ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതു ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിങ് എത്തി. അപ്പോൾ എല്ലാവർക്കും നീതു ടിപ്സിൻ്റെ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ, ഇത് ഉച്ചയ്ക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തു. അതിനുശേഷം ഒരു മീഡിയം സൈസിലെ സവോള ഒന്ന് കട്ട് ചെയ്ത് ചേർത്തു. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നമുക്കിന്ന് ഫിഷ് ബിരിയാണി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആട്ടോ അപ്പോൾ നടക്കണേ. പിന്നെ ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ ബിരിയാണി റൈസ് ഞാനിതിലേക്ക് ഇട്ടു. പിന്നെ അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കാം. നമുക്ക് ചെമ്മീൻ ബിരിയാണിയാണ് നമ്മളിത് വയ്ക്കുന്നത്. അപ്പോൾ നേരത്തെ ഫിഷ് ബിരിയാണി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ചെമ്മീനാണെങ്കിൽ നല്ലോണം കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവോള 2 മീഡിയം സൈസിലെ സവോളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വാടി വന്നപ്പോഴേക്കും അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൗഡർ ഇത്രയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നതിന് ശേഷം ഞാൻ നമ്മുടെ ചെമ്മീനിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫിഷ് ഫ്രൈക്ക് വേണ്ടി ഈ ഫിഷ് മസാലയൊക്കെ തേച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടത്തൈരൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവോള, കുറച്ച് ക്യാരറ്റ്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ആണെങ്കിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ഞാൻ സൈഡ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് നമ്മുടെ ഫിഷൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പപ്പടം കൂടെ ഒന്ന് കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണി ഒരു വിസിലായപ്പോഴേക്കും ഞാൻ കുക്കറൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണുത്തപ്പോഴേക്കും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇച്ചിരി ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റ് എടുത്തു. അതിലേക്ക് നമ്മുടെ ബിരിയാണി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ഫിഷ് ഫ്രൈ, പിന്നെ നമ്മുടെ സാലഡ് ഉണ്ട്. അതുപോലെ നാരങ്ങ അച്ചാർ ഞാൻ ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ അതെടുത്ത് പിന്നെ നമ്മുടെ പപ്പടവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ഒരു സിമ്പിൾ റൈസാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പാളയം പള്ളി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടും കൂടെ ഇവിടെ ഈ സ്ട്രീറ്റിലൊക്കെ നമ്മൾ നടന്നിങ്ങോട്ട് പോവുകയാണ്. പാളയത്ത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല തിരക്കുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്ട്രീറ്റിലൊക്കെ നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ നമുക്ക് പാളയം പള്ളിയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാളയത്തെത്തിയപ്പോൾ ഒരു 6 മണിക്ക് ആയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. 6:30 ശേഷമാണെന്ന് തോന്നുന്നു ഇവിടേക്ക് ഈ ലൈറ്റ്സൊക്കെ ഒന്ന് ഓൺ ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിയ സമയത്ത് ലൈറ്റ് സ്റ്റാറൊന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ പ്രെയറൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ മിട്ടുവിനവിടെ മെഴുകുതിരി കത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ കാണിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റാർ ലൈറ്റ് കത്തി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. സ്റ്റാറിൽ ലൈറ്റൊക്കെ വന്നപ്പോഴേക്കും നല്ല രസമാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നല്ല പോലെ അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ഭയങ്കര ബോറായി. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നു അവിടെ LMSൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ. അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷം നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി അതായത് നമ്മുടെ 24-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും ക്രിസ്മസിനോട് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ കുറച്ചും കൂടെ ലൈറ്റ്സൊക്കെ വരുമായിരിക്കും. കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈറ്റ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ ലൈറ്റ്സൊക്കെ ഉണ്ട്. നല്ല രസമാണ്. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ക്രിസ്മസൊക്കെ ഇതുവരെ ആയി വീട്ടിലെ ക്രിസ്മസ് ട്രീ വെച്ചോ, അതുപോലെ പുൽക്കൂടൊക്കെ വെച്ചോ, ലൈറ്റ്സൊക്കെ ഇട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. പിന്നെ നമ്മൾ കുറച്ച് നമുക്ക് പോത്തീസിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം
കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിസ്മസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങണമല്ലോ. അതുകൊണ്ട് പോത്തീസ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ നിന്ന് ലൈറ്റ്സ് ഒക്കെ കണ്ടു, വീട്ടിന് കുറച്ച് ഹാപ്പിയായി. പിന്നെ എന്താ പറയുക, നമുക്ക് ഇനി പോത്തീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോത്തീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ കാറിൽ കയറി നമ്മൾ പോത്തീസിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോത്തീസിനകത്ത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു പുൽക്കൂടും ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് മിട്ടുവിന് ക്രിസ്മസ് അപ്പൂപ്പൻ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് പിന്നെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത്. പിന്നെ നമ്മൾ അതിൻ്റെ 3rd ഫ്ലോറിലേക്ക് പോയപ്പോഴേ വീണ്ടും ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ട്. അപ്പം ബലൂണൊക്കെ കൊടുത്തു കേട്ടോ. ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു പുൽക്കൂട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ മിട്ടുവിന് ഏറ്റവും ഇഷ്ടം ബാർബി സെക്ഷനിലും അവിടെ ടോയ്സിൻ്റെ അവിടെ പോയിട്ട് ബാർബി വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാർബി വാങ്ങിച്ചു. പിന്നെ വേറെ 2 ടോയ്സൊക്കെ വാങ്ങിയായിരുന്നു. പിന്നെ അവിടെ ഈ പേന, പെൻസിൽ, അങ്ങനത്തെ ഈ ക്രയോൺസ്, അതുപോലെ വാട്ടർ കളർ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് പോയി. അതിനുശേഷം ഓരോ ഫ്ലോറിലും ഇതുപോലെ വെച്ചിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. അപ്പോൾ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഇതുപോലെ ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്ന ഐറ്റംസൊക്കെ കണ്ടപ്പോൾ വെറുതെ ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ്. ഇനി നമുക്ക് വീട്ടിൽ പോകണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരുപാട് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.